ഇപ്പൊ സ്കൂള് തുറന്ന സമയമായതുകൊണ്ട് അമ്മമാരുടെ ഏറ്റവും വലിയ ടെൻഷൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്താ ഉണ്ടാക്കുക എന്നല്ലേ. എന്നാ പിന്നെ ഇന്നാ പിടിച്ചോ. കുഞ്ഞുങ്ങൾക്കും ഓഫീസിൽ പോകുന്നവർക്കും വേണ്ടി ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പനീർ കാരറ്റ് പറാത്തയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ആട്ടപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ഗ്രാംസ് വരെ വരും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും അല്പം മല്ലിയിലയും. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ നട്ട്സ് പൗഡർ ചേർക്കുന്നുണ്ട്. ഞാൻ തന്നെ പൊടിച്ച പൗഡറാണ്. അതിന്റെ വീഡിയോ ഞാൻ ഐ കാർട്ടിൽ മേലെ കൊടുത്തേക്കാം. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ. കുഞ്ഞുങ്ങൾക്കാണേലും മുതിർന്നവർക്കാണേലും നട്ട്സ് ദിവസവും കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. പിന്നെ ആവശ്യമുള്ളതാണ് പനീർ. ഒരു 7 ക്യൂബ് പനീർ വെള്ളത്തിൽ പോർത്ത് വെച്ച് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാം. വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് പനീർ. കുഞ്ഞുങ്ങളുടെ ഡയറ്റിൽ ദിവസവും ആഡ് ചെയ്യാവുന്ന ഒന്നാണ് നിങ്ങൾക്കിത്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചപ്പാത്തി പോലെ കുഴച്ചെടുക്കാം. ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് ഒപ്പരം ചെയ്യണ്ട. അഥവാ വെള്ളം കൂടി പോയി എന്ന് തോന്നിയാൽ ലേശം ആട്ടപ്പൊടി ഇട്ടാൽ മതി. ഈ സമയത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല. നല്ല പോലെ ഒരു 2 മിനിറ്റ് വരെ കുഴച്ചെടുക്കണം. അപ്പോഴേ ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ. ഇനി ഇത് അടച്ച് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇത് നോക്കിയേ, നല്ല സോഫ്റ്റ് ആയില്ലേ. ഇനി ഒന്നുകൂടി നമ്മളൊരു പലകയിൽ വെച്ച് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അതെന്തിനാ എന്നറിയോ? അപ്പൊ കറക്റ്റ് സൈസിൽ നമുക്ക് ചപ്പാത്തി ഉണ്ട മുറിച്ചെടുക്കാൻ പറ്റും. ഇനി ഓരോന്നായി കയ്യിൽ വെച്ച് നല്ല പോലെ ഉരുട്ടിയെടുക്കണം. ഒന്നെടുത്ത് പരത്തുന്ന സമയത്ത് ബാക്കിയുള്ള ഉരുളകൾ മൂടി വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. ഈ ഒരെണ്ണം മാത്രം കുഞ്ഞായിപ്പോയി. അതെന്റെ കുഞ്ഞിന് വേണ്ടിയുള്ളതാണ്, കുട്ടി ചപ്പാത്തി. ഇനി ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ലേശം ആട്ടപ്പൊടി ഇട്ടിട്ട് തന്നെ പരത്തണം, അധികം വേണ്ട കേട്ടോ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ആക്കണേ. എന്റെ ബാക്കി വീഡിയോസ് കാണാത്തവർ ഒന്ന് ചാനലിൽ കയറി നോക്കണം. ഇത് നോക്കിയേ, ഇത്രയും കനത്തിൽ പരത്തിയെടുത്താൽ മതി. അധികം തിന്നായി പോണ്ട. ബാക്കി ഉരുളകൾ കൂടി പരത്തിയെടുക്കാം. ഞാൻ എല്ലാ ഉരുളകളും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായി ചുട്ടെടുക്കാം. പാൻ നല്ല ചൂടാവുമ്പോൾ മാത്രമേ പരത്തിയ ചപ്പാത്തി ഇടാവൂ, അല്ലെങ്കിൽ വേവിന് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. എന്റെ മകൻ സ്കൂളിൽ പോകാനായിട്ടില്ല. എന്നാലും രാവിലെ എഴുന്നേറ്റാൽ കൺഫ്യൂഷനാണ് ഇന്ന് എന്താ ഉണ്ടാക്കി കൊടുക്കുകയെന്ന്. കാരണം വെറുതെ നമ്മൾ വയറ് നിറയ്ക്കാനാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും കാൽഷ്യമും ഒക്കെ വേണ്ടേ. നിങ്ങളും ഇതുപോലെ നോക്കിയൊക്കെ കൊടുക്കുന്ന ആളുകളാണ് ആണെങ്കിൽ കമന്റ് ചെയ്യും. ഒരു സൈഡ് നന്നായി ആയാൽ മറിച്ചിടാം. ഒന്ന് മറിച്ചിട്ട് നമുക്ക് നെയ്യ് തടവി കൊടുക്കാം. ഇന്ന് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ എന്താ കൊടുത്തയച്ചേ? കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഐ കാർട്ടിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കല്ലേ. റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ചുട്ടെടുക്കട്ടെ. ഇനി ഇതെല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം. എനിക്ക് ചപ്പാത്തിന്റെ കൂടെ ഇഷ്ടം ഏറ്റവും കൂടുതൽ കേടാണ്, പിന്നെ അച്ചാറും. ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയ തൈരാണ്. വീഡിയോ വേണേ കമന്റ് ചെയ്യണേ. കാണാൻ നല്ല ഭംഗിയില്ലേ? കാണാൻ മാത്രമല്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റും കൂടിയാണ്. കഴിച്ചു നോക്കട്ടെ. കൊള്ളാട്ടോ. ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.